കടമെടുക്കുകയും ആ കടമെടുത്തതിൻ്റെ പലിശ കൊടുക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഞങ്ങൾ നിങ്ങളെ നേരെ നടത്തുന്നു, നേർവഴിക്ക് നടത്തുന്നു. ഒരു മഹാത്ഭുതമാണ് LDF ഗവൺമെൻറ്. ഈ തരത്തിൽ ഭരണം കൊണ്ടുപോയാൽ നമ്മൾ 2050 ആകുമ്പോഴത്തേക്കും വേറൊരു കേരളം, നവകേരളം കെട്ടിപ്പടുക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് പോകുന്നത് എങ്കിൽ കേരളം എന്ന ഒരു സങ്കല്പം മാത്രമായി മാറില്ലേ എന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിച്ചു പോവുക. കാരണം ആ തരത്തിലാണ് ഈ കടത്തിൻ്റെ കുരുക്കിലേക്ക് കേരളത്തെ കുരുക്കിയിട്ട് ഈ സർക്കാർ സ്വന്തം പോക്കറ്റ് മാത്രം ലാക്കാക്കി ഭരണം നടത്തുന്നത്. ആ ദുസ്ഥിതി തുടരുവോളം കാലം, അതായത് ഈ വീണ്ടും ഒരു മൂന്നാമതൊരു പിണറായി വിജയൻ 3 എന്ന് പറയുന്നത് അവരുടെ സങ്കല്പത്തിൽ മാത്രമുള്ളതായിരിക്കണം. അതായത് യാഥാർത്ഥ്യമായി ഭവിക്കുകയാണ് എങ്കിൽ കേരളത്തിനൊരു മുക്തി ഉണ്ടാവില്ല. കേരളം ഒരു ബംഗാളായി മാറ്റപ്പെടും. ബംഗാൾ LDF 35 വർഷം ഭരിച്ചതിന് ശേഷമാണ് ബംഗാൾ ഒരു തരത്തിലും നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വികസന മുരടിപ്പിലേക്ക് മൂക്കുകുത്തി വീണത്. അവിടെ നിന്ന് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ 10 വർഷത്തിലേറെയായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിക്ക് അതിനെയൊന്നും നേരെ നിർത്താറായിട്ടില്ല ഇതുവരെയും. അപ്പോൾ നമുക്കറിയാം LDFന് അവിടെ എന്ത് സംഭവിച്ചു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഒരു MP പോലും ഇല്ലാത്ത, ഒരു MLA പോലും ഇല്ലാത്ത, അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ മാറി. അത് മാത്രവുമല്ല, ബംഗാളിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബംഗാളിലെ അടുപ്പിൽ തീ എരിയണമെങ്കിൽ ബംഗാളികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യണമെന്ന ഉള്ള അവസ്ഥയാണ്. പക്ഷേ കേരളത്തെ ആ അവസ്ഥയിലേക്ക് തള്ളിയിട്ടാൽ കേരളത്തിലെ യുവാക്കൾ എവിടെ പോയി ജോലി ചെയ്യും? കേരളത്തിലെ പോലെ മാന്യമായ കൂലിയുള്ള മറ്റൊരു സംസ്ഥാനവും, ഇതുപോലെ ജോലി ലഭ്യമായ മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ജോലി ലഭ്യമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. പക്ഷേ നാമമാത്രമായ കൂലി, അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്ന 362 താഴെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും നിലവിലിരിക്കുന്ന കൂലി വ്യവസ്ഥ. അപ്പോൾ ആ കൂലി വ്യവസ്ഥയ്ക്ക് കേരളത്തിൽ നിന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുമോ? തീർച്ചയായും ചെയ്യുകയില്ല. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം സാമാന്യ ബുദ്ധിയുള്ളവരാണ്, യുക്തിസഹമായി ചിന്തിക്കുന്നവരാണ് എങ്കിൽ ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടാതെ കേരളത്തെ പിടിച്ചുയർത്താൻ, വാഗ്ദാനങ്ങൾ പാലിക്കാൻ തയ്യാറാകുന്ന ഒരു ഗവൺമെൻറ്റിനെ നാം കണ്ടെത്തണം. അത്തരം കാൻഡിഡേറ്റ്സിനെ മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മളൊരു ഭരണം പടുത്തുയർത്തുന്നതിന് സഹായകമായ നിലപാടെടുക്കണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം.